250 കോടി നൽകാൻ വിജയ് തയ്യാറ് അല്ലെ? വിജയ് വിവാഹമോചനം ഒത്തുതീർപ്പാക്കാൻ വിജയ് 250 കോടി രൂപ നൽകാൻ തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ തിരിച്ചടികളും നേരിടുമോ എന്ന ഭയം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു വിവാഹമോചനം ഒത്തുതീർപ്പിലേക്ക് കടക്കുന്നത്. അതാണ് അതിന്റെ സത്യം അല്ലേ? എത്രയും പെട്ടെന്ന് അതൊരു ഒത്തുതീർപ്പിലേക്ക് ഇറങ്ങുക. ചുരുക്കി പറഞ്ഞാല് ഇലക്ഷനാണ്, കയ്യിലെണ്ണാവുന്ന മാസങ്ങൾ മാത്രമേ ഇലക്ഷന് ബാക്കിയുള്ളൂ. ഈ ഒരു സമയത്താണ് വിജയ്ക്ക് ഓൾറെഡി ഒന്നിനൊന്നിന് പുറമെ ഓരോന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അത്രക്കും ആരാധകരും പിന്തുണയാണ് വിജയിന് തമിഴ്നാട്ടിലുള്ളത്. ഈ ഒരു സമയത്ത് ഇലക്ഷന് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഒരു സമയത്താണ് വിജയിയുടെ നിലവിലെ ഭാര്യയുമായിട്ടുള്ള വിവാഹമോചന കേസുകളും ഉയർന്നു വരുന്നത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അതൊരു ഒത്തുതീർപ്പിലേക്ക് വരിക, കോടതിപരമായി നീങ്ങുന്നതിന്റെ മുന്നേ എത്രയും പെട്ടെന്ന് ഒരു ഒത്തുതീർപ്പിലൂടെ അത് തീരുമാനമാക്കുക. അത് അല്ലാന്നുണ്ടെങ്കിൽ വിജയിന്റെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് വല്ലാതെ ഒരു ബാധിക്കും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് 250 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിവൈസിലേക്ക് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു തീരുമാനമാണ്. ഏതായാലും വിജയ് തിരിച്ചു വരുമോ, അത് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം ഒന്നിനൊന്നിന് പുറമെ അടിക്കടിക്ക് ഓരോ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വിജയ്. സ്വാഭാവികമാണ് ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ പോലത്തെ സമയങ്ങളിൽ എതിർ കക്ഷികളെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും. ഏതായാലും വിജയ്ക്ക് വല്ലാത്തൊരു തിരിച്ചടിയാണ്. ഇലക്ഷന് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നേരിട്ടത് വിജയ്ക്ക് വല്ലാത്തൊരു തിരിച്ചടിയാണ്. ഏതായാലും കാത്തിരുന്ന് കാണാം ആരായിരിക്കും തമിഴ്നാട്ടിലെ അടുത്ത മുഖ്യമന്ത്രി എന്ന്. ഏതായാലും എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കിയാൽ വിജയ്ക്കും അത്രക്കും നല്ലതാണ്. കാരണം ഒരുപാട് കാലങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലേ? ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഒരു സമയത്താണ് ഈ ഒരു വെടി പൊട്ടിക്കുന്നത്. ഏതായാലും 250 കോടി രൂപ വരെ നൽകാൻ താരം തയ്യാറാണെന്ന് പല റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും നല്ല തീരുമാനം. ഞാൻ എൻ്റെ പക്ഷം പറഞ്ഞുതരാം. എത്രയും പെട്ടെന്ന് കോടതിക്ക് പുറത്തു നിന്ന് തന്നെ അത് തീരുമാനത്തിലെത്തി സംഗതികൾ കഴിഞ്ഞു പോട്ടെ. നല്ലൊരു തീരുമാനമാണ്. ഏതായാലും അത്രക്കും ഫാൻസുകളും അത്രക്കും സപ്പോർട്ടാണ് വിജയ്ക്ക് തമിഴ്നാട്ടിലുള്ളത്. കാത്തിരുന്ന് കാണാം. ഈ തമിഴ്നാട്ടിൽ വരുന്ന ഇലക്ഷൻ ആർക്കും പുച്ഛിക്കാൻ പറ്റൂല. അത്രക്ക് സിമ്പിളാക്കി തള്ളും വേണ്ട. കാരണം അത്രക്കും ഫാൻസാണ്. അത് ഇവിടെ വന്നാലേ അറിയുള്ളൂ. ഏതായാലും ഈ ഒരു തീരുമാനം കോടതിക്ക് പുറത്ത് വെച്ച് തന്നെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നത് നല്ലൊരു തീരുമാനമാണ് അല്ലേ? എല്ലാവരും വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഏതായാലും ഇതിന്റെ കൂടെ തന്നെ ആരായിരിക്കും ആ ഒരു നടി എന്നതും കൂടി വേറെ ഒരു ചർച്ചാ വിഷയമാണ്. ആർക്കും സംശയമൊന്നുമില്ല, തൃശ ആകും എന്ന് തന്നെ 99.9% ആളുകൾ ഉറപ്പിച്ചിരിക്കണം. അപ്പൊ ഏതായാലും എല്ലാം കൂടി ആള് വിജയ്ക്ക് ഒന്നിനൊന്നിന് അല്ലേ ബേക്കിൽ ഓരോന്ന് നേരിട്ട് കൊടുക്കുകയാണ്. ഏതായാലും കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കും. ഏതായാലും ഈ മാസമാണ് കോടതിയിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞ ദിവസങ്ങളൊക്കെ വിജയ്ക്ക്. ഏതായാലും കാത്തിരുന്ന് കാണാം. വിജയിന്റെ ഓരോ സംഗതികൾ അടിക്കടിക്ക് ഓരോന്ന് ബേക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ആരായിരിക്കും ആ ഒരു നടി എന്നത് വരെ എല്ലാവരും ഒറ്റ നോക്കുകയാണ്. എല്ലാവരും വിധി എഴുതി കഴിഞ്ഞിട്ട് ദൃശ്യമാണെന്നുള്ളത് എത്രത്തോളം സത്യമൊന്നും അറിയില്ല. കാത്തിരുന്ന് കാണാം. ഏതായാലും ഈ ഒരു തീരുമാനം നല്ലതാണ്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു പോട്ടെ. കോടതിന്റെ പുറത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ വിവാഹമോചന ഒരു ഒത്തുതീർപ്പിലേക്കൊക്കെ ആയിട്ടെ കഴിഞ്ഞ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ഏതായാലും വിജയിന്റെ നല്ല ഭാവികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാത്തിരുന്ന് കാണാം ആരായിരിക്കും തമിഴ്നാട്ടിലെ അടുത്ത മുഖ്യമന്ത്രി എന്ന്. വേറെ ഒന്നുമല്ല, ഇലക്ഷൻ ബാക്കി നിൽക്കെ ഇനിയും ഇത്തരത്തിലുള്ള കേസുകളുമായിട്ടൊക്കെ തുടർന്ന് പോകാന്ന് പറഞ്ഞാൽ വിജയ്ക്ക് അത്രക്കും അത് ബാധിക്കും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് അതൊരു ഒത്തുതീർപ്പിലേക്ക് വരുന്നത്. ഏതായാലും നല്ല തീരുമാനമാണ്. ഏതായാലും നിങ്ങളെ കൂടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടും കാലങ്ങളിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.